ഭാഗം 9. ഹെർബർട്ടിനെയും കൂട്ടി അടുത്ത ദിവസം തന്നെ മഗ്വിച്ചിനെ കാണാൻ പോയി. എന്നെ വിട്ടു പോകുന്നതിൽ അദ്ദേഹം ഒട്ടും അനുകൂലിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സങ്കടമായി. പിപ്പ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ അധികം വിഷമിക്കേണ്ട. ഞാനൊരു അധകൃതനാണ്. എപ്പോഴും അങ്ങനെയാണ്. എനിക്കൊരു ഉന്നതനായ ആളുള്ളത് ധാരാളമാണ്. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഒരു കുറ്റവാളിയായാണ് ഞാൻ വളർന്നത്. മാതാപിതാക്കൾ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും വിശപ്പും തണുപ്പും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കളവ് ശീലിച്ചു. ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. എല്ലാവരും എന്നെപ്പറ്റി പറഞ്ഞത് കള്ളനായിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെയെന്നാണ്. അവരാരും എന്നെ സഹായിച്ചിട്ടില്ല. നല്ല വഴി ഏതാണെന്ന് കാണിച്ചു തന്നിട്ടില്ല. ശരിയായ വഴി ഏതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിശക്കുന്ന വയറിന് ശമനമുണ്ടാകാൻ ഞാൻ ഭക്ഷണം കട്ടെടുത്തു. വിറയ്ക്കുന്ന ശരീരം മറയ്ക്കാൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു. ജയിലിലും പുറത്തുമായി ഞാൻ അങ്ങനെ കഴിഞ്ഞു വന്നു. ഒരു ദിവസം സുന്ദരനും വിദ്യാസമ്പന്നനുമായ ഒരാളെ കാണാനിടയായി. അയാൾ മാന്യമായ രീതിയിൽ പെരുമാറി. കോംബിസൺ എന്നാണ് അയാളുടെ പേര്. ഏത് ചീത്ത പദ്ധതിയെപ്പറ്റിയും അയാൾ ആലോചിക്കും. ആളൊരു തികഞ്ഞ കുറ്റവാളിയാണ്. ചതിയും വഞ്ചനയും കൊലപാതകവും ചെയ്യാൻ മടിയില്ലാത്തയാൾ. ഞാൻ അയാളെ പരിചയപ്പെടുമ്പോൾ ധനികരായ സ്ത്രീകളെ തന്ത്രപരമായി കുടുക്കി പണം പിടുങ്ങുന്ന സ്വഭാവമായിരുന്നു. ഞാൻ അയാളുടെ കൂടെ കൂടി. കോംബിസൺ പദ്ധതി തയ്യാറാക്കും. ഞാനത് പ്രാവർത്തികമാക്കും. അയാൾ സുരക്ഷിതനായി. ഞാൻ എല്ലാ വൃത്തികേടുകളും അയാൾക്ക് വേണ്ടി ചെയ്യും. കിട്ടിയ പണത്തിലേറെയും അയാൾ എടുക്കും. അയാളുടെ ബുദ്ധി കൊണ്ട് നേടിയതാണെന്ന് അവകാശപ്പെടും. ഞങ്ങൾ പിടിക്കപ്പെട്ടു. രണ്ടാളെയും വേറെ വേറെ വിചാരണ ചെയ്യണമെന്ന് അയാൾ നിർദ്ദേശിച്ചു. എനിക്കെതിരെ അയാൾ തെളിവ് കൊടുത്തു. എൻ്റെ നിർബന്ധം കൊണ്ടാണ് അയാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതെന്ന് വരെ മൊഴി കൊടുത്തു. നല്ല സംസാരവും നല്ല വസ്ത്രധാരണവുമൊക്കെയുള്ള അയാൾ പറയുന്നത് ശരിയാണെന്ന് കോടതി വിശ്വസിച്ചു. ഞാനൊരു വിദ്യാഭ്യാസമില്ലാത്ത അധകൃതൻ. കോടതി വിധി അയാൾക്ക് അനുകൂലമായി. എനിക്ക് കഠിന ശിക്ഷ. അയാൾക്ക് കുറച്ചു കാലത്തെ തടവ് മാത്രം. അതുകൊണ്ടാണ് നിന്നെ ഒരു മാന്യനാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആർക്കും നിന്നെ അവഗണിക്കാൻ കഴിയില്ല. ഞാനൊരു താഴ്ന്നവനാണ്, എന്നാൽ ഒരു ഉന്നതന് ഞാൻ ഉണ്ടാക്കി. പിപ്പ്, ആ ചതുപ്പ് നിലത്തിൽ കണ്ട രാത്രി എനിക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ കോംബിസൺ രക്ഷപ്പെടരുതെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു ചെറിയ നോട്ട് പുസ്തകം എനിക്ക് തന്നു. ഹവിഷാമിനെ വഞ്ചിച്ചത് കോംബിസൺ ആയിരുന്നെന്ന് പുസ്തകത്തിലുണ്ടായിരുന്നു. ഭയാക്രാന്തമായി ഞാൻ ഹെർബർട്ടിനെ നോക്കി. പക്ഷേ നിശബ്ദനായിരുന്നു. മാഗ്വിച്ചിൻ്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എസ്റ്റെല്ല സാറ്റീസ് വീട്ടിലുണ്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാനിടയായി. അവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. പഴയതുപോലെ സന്തോഷത്തോടെയല്ല ഞാനിപ്പോൾ പോകാൻ ആലോചിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ കളവായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഹവിഷാം എൻ്റെ സഹായിയല്ല. എസ്റ്റെല്ല എന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എൻ്റെ സ്നേഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുവാനല്ല സാറ്റീസ് വീട്ടിലേക്ക് ഞാൻ പോകുന്നത്. ചില സഹായങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ജാഗേഴ്സുമായി ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തു. അദ്ദേഹം ശ്രമിച്ചു നോക്കുവാൻ തന്നെയാണ് പറഞ്ഞത്. സാധാരണ പോലെ ചാരുകസേരയിലുണ്ട് ഹവിഷാം. അടുത്തിരുന്ന് എന്തോ തുന്നുകയാണ് എസ്റ്റെല്ല. പിപ്പ് ഇപ്പോൾ വന്നത് എന്തിനാണ്? ഹവിഷാം ചോദിച്ചു. എസ്റ്റെല്ല ഉണ്ടെന്നറിഞ്ഞു. നിനക്ക് ധനസഹായം ചെയ്യുന്ന ആളെ മനസ്സിലായെന്നറിഞ്ഞു. അതെ, ഞാൻ ആ സത്യം മനസ്സിലാക്കി. നിങ്ങളാണ് എന്നെ സഹായിക്കുന്നതെന്ന ധാരണയുണ്ടാക്കിയത് എന്തിനാണ്? ഞാനങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല പിപ്പ്. നീ സ്വയം വിശ്വസിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതൊരു കാരുണ്യപ്രവൃത്തിയായിരുന്നോ? പിപ്പ്, ഞാൻ ആരോടും കരുണ കാണിക്കാറില്ല. അവർ ദേഷ്യത്തിലാണ് പറഞ്ഞത്.
ഞാൻ പരാതി പറയാൻ വന്നതല്ല. എന്നെ അങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അവരത് അർഹിക്കുന്നു. എല്ലാവരും ഇല്ല ഹവിഷ. മാത്യു പോക്കറ്റും ഹെർബർട്ടും അത്യാഗ്രഹികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റാണത്. നിങ്ങളുടെ ബന്ധുക്കളെപ്പോലെ സ്വാർത്ഥമതികളല്ല അവർ. മാത്യു പോക്കറ്റും ഹെർബർട്ടും ശരിയായ വഴിക്ക് മാത്രം നീങ്ങുന്നവരും സത്യസന്ധരും നിസ്വാർത്ഥരുമാണ്. മറ്റുള്ളവരോട് പെരുമാറിയതുപോലെ ഇവരോട് ചെയ്യരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കണം. അവരുടെ ജീവിതം കുറച്ചുകൂടി നല്ല നിലയിലാകുന്നതിന് വേണ്ടത് ചെയ്യണം. ഹവിഷാം എന്നെ സൂക്ഷിച്ചു നോക്കി. പിന്നെ എസ്റ്റല്ലയെ നോക്കി. അവൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നേരെ വീണ്ടും തിരിഞ്ഞു ചോദിച്ചു, വേറെന്തെങ്കിലും? ഞാൻ ദീർഘമായി ശ്വസിച്ചു. ഞാൻ എസ്റ്റല്ലയുടെ അടുത്ത് ചെന്നു. എൻ്റെ കണ്ണുകൾ നിറയുന്നതായി ഞാൻ അറിഞ്ഞു. അവളോടായി ഞാൻ പറഞ്ഞു, എസ്റ്റല്ല, നിനക്കറിയാമോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോൾ മുതൽ നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. മുന്നേ ഞാനത് പറയേണ്ടതായിരുന്നു. ഹവിഷാം നമ്മളെ ഒരുമിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല എന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്. ഇപ്പോൾ പറയുന്നു. എസ്റ്റല്ല തല ഉയർത്തി. കണ്ണുകൾ എന്നിൽ പതിച്ചു. വീണ്ടും തുന്നലിലേക്ക് തിരിഞ്ഞു. ഹവിഷാം എസ്റ്റല്ലയെയും എന്നെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എസ്റ്റല്ലയോട് വീണ്ടും പറയാൻ തുടങ്ങി, എസ്റ്റല്ല, നിന്റെ സ്നേഹം നേടാൻ എനിക്ക് കഴിയുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോഴില്ല. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഹവിഷാം എന്നെ എന്ത് ചെയ്യുന്നു എന്നത് അവർ മനസ്സിലാക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ എന്നോട് കരുണ കാണിക്കുമോ എന്നറിയില്ല. അവരുടെ സങ്കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, എന്നെ മറക്കുന്നു. ഹവിഷാം അപ്പോൾ അവരുടെ ഹൃദയഭാഗത്ത് കൈയമർത്തി എസ്റ്റല്ലയെയും എന്നെയും മാറി മാറി നോക്കി. നിന്റെ വാക്കുകളൊന്നും എന്നെ ബാധിക്കുകയില്ല പിപ്പ്. നീ പറയുന്നതോ വിചാരിക്കുന്നതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല. ആരെയെങ്കിലും സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം എനിക്കില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണ്. സ്നേഹം എന്നാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പല പ്രാവശ്യം നിന്നോടത് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിന്റെ മാത്രം തെറ്റാണ്. അങ്ങനെ ഹൃദയമില്ലാത്തവളാകാൻ നിനക്ക് കഴിയില്ല സ്റ്റെല്ല. ഞാൻ ഉറക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ് പിപ്പ്. അത് വിശ്വസിക്കുന്നതാണ് നല്ലതും. ബ്രെൻലി ഡ്രമ്ലുമായി നിനക്ക് ബന്ധമുണ്ടെന്നതും സത്യമാണോ? അതെ, ഞാൻ അവനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അവനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ല എസ്റ്റല്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരെയും സ്നേഹിക്കുവാനുള്ള ഹൃദയം എനിക്കില്ല. എന്നാൽ അവനെയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. അത് സത്യമാണ്. എൻ്റെ ശിരസ് ഞാൻ കയ്യിൽ താങ്ങി പിടിച്ചു നിന്നു. കരയാതിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഞാൻ തല ഉയർത്തുമ്പോൾ ഹവിഷാം അത്ഭുതത്തോടെ എന്നെ നോക്കുകയാണ്. നീ വിവാഹം കഴിക്കണമെന്നും അതൊരു സമ്പന്നനെ ആയിരിക്കണമെന്നും ഹവിഷാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെയുമാകാം, ഡ്രമ്മളാവരുത്. വേറെ ആരെങ്കിലും വിവാഹം ചെയ്തോളൂ എസ്റ്റല്ല. അവനെ വേണ്ട. അവനൊരു തെമ്മാടിയാണ് എസ്റ്റല്ല. അവൻ നിനക്ക് സങ്കടമേ തരൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയെ അപമാനിക്കരുത്. ഞാൻ ഡ്രമ്മളിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അത് എൻ്റെ മാത്രം തീരുമാനവുമാണ്. അവനൊരു തെമ്മാടിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവനിൽ നിന്ന് സന്തോഷമോ സ്നേഹമോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചും അതുപോലെ എന്തെങ്കിലും നൽകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നല്ല ചങ്ങാതിമാരായി പിരിയുകയുമാവാം. എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനമാണ്. അതാലോചിച്ച് നീ വിഷമിക്കേണ്ട. പിന്നെ എന്നോടുള്ള സ്നേഹം അത് നീ വേഗം തന്നെ മറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കൈ തന്നുകൊണ്ട് അവൾ നിർത്തി. ഒരിക്കലുമില്ല എസ്റ്റല്ല. നിന്നെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നീ. എപ്പോഴും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ കണ്ണീർ തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ സ്വപ്നങ്ങളിൽ ജീവിച്ച ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നു. ഭാഗം 10. ഞാൻ ലണ്ടനിൽ തിരിച്ചെത്തി. അലക്ഷ്യമായി തെരുവുകളിലൂടെ ഞാൻ നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി തോന്നി എനിക്ക്. വലിയ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു. എസ്റ്റല വേറൊരാളെ വിവാഹം ചെയ്യുന്നത് വേദനയോടെ അല്ലാതെ ഓർമ്മിക്കാൻ കഴിയുന്നില്ല. വളരെയേറെ സമയം ഞാൻ അലഞ്ഞു നടന്നു. രാത്രി ബെർണാഡിൻ്റെ സത്രത്തിലേക്ക് പോവുകയായിരുന്നു. സത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പോർട്ടർ എന്നെ തടഞ്ഞു നിർത്തി ഒരു കുറിപ്പ് തന്നു. വെമ്മിക്കിൻ്റെ സന്ദേശമായിരുന്നു അത്. വീട്ടിലേക്ക് പോകരുത്. ഞാൻ അമ്പരന്നു. വെമ്മിക്കിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ജാഗേഴ്സിൻ്റെ ക്ലാർക്ക് മാത്രമല്ല എനിക്ക് വെമ്മിക്ക്. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഹെർബർട്ടിനെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ വെമ്മിക്കിനെയും വിശ്വസിച്ചു. എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാതെ വേറൊരു സത്രത്തിൽ മുറിയെടുത്തു. രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്തോ നല്ലതല്ലാത്തത് സംഭവിക്കുന്നു എന്ന് ഞാൻ ഉത്കണ്ഠപ്പെട്ടു. മഗ്വിച്ച് പിടിക്കപ്പെട്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസ് എൻ്റെ പിറകെയും ഉണ്ടാവും. ഒരു കുറ്റവാളിയെ ഒളിപ്പിച്ചു എന്ന കുറ്റം എൻ്റെ പേരിലുണ്ടാവും. എന്താണ് സംഭവിച്ചതെന്നറിയാൻ രാവിലെ തന്നെ ഞാൻ വെമ്മിക്കിനെ കാണാൻ ചെന്നു. കണ്ടതിൽ സന്തോഷം, വെമ്മിക്ക് ഉടനെ പറഞ്ഞു. എന്താണ് സംഭവം? ഞാൻ ചോദിച്ചു. മഗ്വിച്ച് ലണ്ടനിലുണ്ടെന്ന ഒരു സംസാരം പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അത് പോലീസും അറിയാനിടയുണ്ട്. ആരാണത് ചെയ്യുന്നത്? കോംബിസൺ. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? പ്രൊവിസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം വെമ്മിക്ക്. ഞങ്ങളും അതാണ് ആലോചിക്കുന്നത്. ഇന്നലെ മുതലേ നിന്നെ തിരയുന്നു. നിന്റെ മുറിയും നിരീക്ഷണത്തിലായിരിക്കും. ഹെർബർട്ട് എന്ത് ചെയ്തു? ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള സന്ദർശകനെ ഒരിടത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അടുത്താണ്. അവരെ വളരെ സൂക്ഷിക്കണം. ആ സന്ദർശകൻ വന്നാൽ ഇവിടെ അധികനേരം നിർത്തരുത്. ലണ്ടനിൽ അയാൾ സുരക്ഷിതനാവില്ല. എനിക്കറിയാം. അയാളെ ലണ്ടനിൽ നിന്നും പുറത്തു കടത്താൻ ആലോചിക്കുകയാണ് ഞാൻ. അയാളാണെങ്കിൽ എന്നെ വിട്ടു പോവുകയില്ലെന്നും പറയുന്നു. അതുകൊണ്ട് ഞാനും ഒപ്പം പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നല്ലത് തന്നെ. എന്ത് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചേ ചെയ്യാവൂ എന്ന് ജോഗേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. കോംബിസൺ എന്ന പേര് അദ്ദേഹത്തോട് പറയാനേ പാടില്ല. കോംബിസൺ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അയാളെ പിടിച്ചിട്ടേ നമ്മുടെയാൾ എങ്ങോട്ടും പോകൂ. പകൽ വെമ്മിക്കിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക. രാത്രി എൻ്റെ മുറികളിലേക്ക് പോകും. ഹെർബർട്ട് വന്നപ്പോൾ ക്ലാരയെ കാണാൻ പോവുകയാണെന്ന് അറിയിച്ചു. തെയിംസ് നദിയുടെ തീരത്താണ് ക്ലാരയുടെ വീട്. കപ്പലുകൾ പോകുന്ന വഴിയാണ്. രക്ഷപ്പെടാനുള്ള നല്ല മാർഗമാണതെന്ന് എനിക്ക് തോന്നി. അത് ഉചിതമായ മാർഗമാണ്. ഹെർബർട്ട്, നീ മഗ്വിച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇംഗ്ലണ്ടിൽ നിന്നും പോകുന്ന കപ്പലുകളിലൊന്നിൽ മഗ്വിച്ചിനെയും അയക്കാം. ഒപ്പം ഞാനും പോകും. അതുതന്നെയാണ് ഹെർബർട്ടും ആലോചിച്ചുകൊണ്ടിരുന്നത്. നീ ഒരു ബോട്ട് വാങ്ങണം. എല്ലാ ദിവസവും നമ്മൾ അതിൽ കയറി നദിയിലൂടെ പോകും. ചുറ്റുമുള്ളവർ നമ്മളെ കാണും. നമ്മൾ ഉല്ലാസയാത്ര നടത്തുകയാണെന്ന് ആളുകൾ വിചാരിക്കും. അതിനിടയിൽ രക്ഷായാത്രയും നടത്താം. ഞാൻ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ ബോട്ട് വാങ്ങി നദിയിലിറങ്ങി. എന്നെ പോലീസ് നോക്കുന്നുണ്ടാവുമെന്നുള്ളതുകൊണ്ട് മഗ്വിച്ചിനെ ഞാൻ നേരിട്ട് കണ്ടില്ല. ഹെർബർട്ട് വഴി സന്ദേശങ്ങൾ കൈമാറി. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി വന്നു. മഗ്വിച്ചിൻ്റെ പണം ഇനി ഉപയോഗിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കടക്കാർ പണം ചോദിച്ചു വരാൻ തുടങ്ങി. ചില സാധനങ്ങളൊക്കെ വിറ്റാണ് തൽക്കാലം രക്ഷപ്പെട്ടത്. ക്ലാരയുടെ വീട്ടിലാണ് മഗ്വിച്ചുള്ളത്. വളരെ കരുതലോടെ മഗ്വിച്ചിനെ ഞാൻ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ മുരടൻ സ്വഭാവമൊക്കെ പോയി. ശാന്തനും സൗമ്യനുമാണ് ഇപ്പോൾ. പ്രായാധിക്യവുമുണ്ട്. എനിക്കോ ഹെർബർട്ടിനോ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുതേ എന്നേയുള്ളൂ അദ്ദേഹത്തിന്. എന്നെ വിട്ടു പോവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഞാനും ഒപ്പം ചെല്ലുന്നതിന് അദ്ദേഹം സമ്മതിച്ചു. മോനെ പിപ്പ്, നീ എനിക്ക് മകനെപ്പോലെയാണ്.
അദ്ദേഹത്തിൻ്റെ ദുഃഖാകുലമായ മുഖം എന്നെയും സങ്കടപ്പെടുത്തി. ആ മുഖം ശ്മശാനത്തിൽ ആദ്യമായി അദ്ദേഹത്തിനെ കണ്ടപ്പോഴുള്ള മുഖമാണ് ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം എന്നെ വളരെയേറെ സ്നേഹിച്ചു, എന്നോടൊപ്പം ജീവിക്കാൻ കൊതിച്ചു. എന്നാൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കുവാനാണ് ഓരോ നിമിഷവും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ചാൾസ് ഡിക്കൻസിൻ്റെ വലിയ പ്രതീക്ഷകൾ എന്ന പുസ്തകത്തിലെ 9-10 ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.